ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്തു. അതിൽ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ വരെ എത്തിയായിരുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂൾസ് ടു ബി ഫോളോഡ് ഈസ് ഹ്യൂം-റോത്തറീസ് റൂൾസ് ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ ഫോർമേഷൻ. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി വൃത്തിയായിട്ട് പഠിക്കണം, കാരണം ഇത് പലതവണ യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു 4 മാർക്ക് ക്വസ്റ്റനായിട്ടും 3 മാർക്ക് ക്വസ്റ്റനായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. Another thing is Hume-Rothery's condition satisfy ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ സൊല്യൂഷൻ ഫോർമേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 4 കാര്യങ്ങളുണ്ട് ആക്ച്വലി. അറ്റോമിക് സൈസ് ഫാക്ടർ. അറ്റോമിക് സൈസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷനിൽ ഫോം ചെയ്യേണ്ട ആറ്റംസിൻ്റെ അറ്റോമിക് റേഡിയ തമ്മിൽ വലിയ വ്യത്യാസം പാടില്ല. Hume-Rothery's റൂൾ പറയുന്നത് about 15% ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആറ്റോമിക്സ് റേഡിയായി ഈസ് ഓൺലി പെർമിറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് 15%-ലധികം അതിൻ്റെ ആറ്റോമിക് റേഡിയയ്ക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇത്രയും വ്യത്യാസത്തിന് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലാറ്റിസിൽ ഡിസ്റ്റോർഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസി ആയിട്ട് ഒരു ആറ്റത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹോസ്റ്റ് ആറ്റത്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ സൊല്യൂട്ട് ആറ്റത്തിന് വന്ന് കയറിയിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ ഉണ്ടാവണം. ഒരു സോൾവെൻറ്റിൻ്റെ ഹോസ്റ്റ് ആറ്റംസിൻ്റെ ലാറ്റിസിൽ ആ ലാറ്റിസിൽ പൊസിഷൻസിൽ കയറി നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂട്ട് കയറിയിരിക്കുന്നു. അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ ഉണ്ടാവണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചർ. അതായത് ഇതിൻ്റെ സോളിബിലിറ്റി നല്ലതാവണമെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും ക്രിസ്റ്റൽ സ്ട്രക്ചർ, ലാറ്റിസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് FCC ആണോ BCC ആണോ ആ ടൈപ്പ് സംഭവം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. നെക്സ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി വച്ചിട്ടാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കാരണമാണ് നമുക്ക് ഒരുപാട് മെറ്റൽസ് ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം രണ്ടിൻ്റെയും. കാരണം ഇവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് കൂടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു എലമെൻറ്റ്, അതായത് രണ്ട് സൊല്യൂഷൻ്റെ കാര്യം പറയുന്നത്, നമ്മൾ കോപ്പർനിക്കലിൻ്റെ എക്സാമ്പിളാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഡിഫറൻസ് വ്യത്യാസം ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ ഫോം ചെയ്യുന്നതിന് പകരം ഇന്റർമെറ്റാലിക് കോമ്പൗണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ലാസ്റ്റ് വൺ വാലൻസി ഓഫ് ദി മെറ്റൽസ് അണ്ടർഗോയിങ് സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ മസ്റ്റ് ബി ഓൾമോസ്റ്റ് സെയിം. ഏകദേശം സെയിം ആയിരിക്കണം. ഹയർ വാലൻസിയും ലോവർ വാലൻസിയും എന്താ പറയുക, ഹയർ വാലൻസിക്ക് ലോവർ വാലൻസിയിൽ ഡിസോൾവ് ചെയ്യാനുള്ളതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ട്. ബട്ട് എപ്പോഴും വാലൻസിയുടെ ഡിഫറൻസ് വലിയ കാര്യമായിട്ട് ഉണ്ടാകാൻ പാടില്ല. ഓൾമോസ്റ്റ് സെയിം വാലൻസി ആയിരിക്കണം. അപ്പോൾ നമ്മൾ മേജർ എക്സാമ്പിളായിട്ട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷനിൽ പറയാറ് കോപ്പർ നിക്കൽ എക്സാമ്പിളാണ്. കോപ്പർ നിക്കൽ അലോയ് എക്സാമ്പിളാണ്. കോപ്പറിൻ്റെയും നിക്കറിൻ്റെ അലോയ്. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ഓൾമോസ്റ്റ് സെയിം റേഡിയസ് ആണ്. അറ്റോമിക് റേഡിയസിൻ്റെ വ്യത്യാസം വലിയ കാര്യമായിട്ടില്ല. 0.128 ആൻഡ് 0.125 നാനോമീറ്റർ ആണ് അതിൻ്റെ അറ്റോമിക് റേഡിയസ്. അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ രണ്ടിൻ്റെ FCC ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റീസ് 0.1 ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ ചെയ്യുക, ഇവിടെയൊക്കെ നിക്കലിന് 0.2 പോകുന്നുണ്ട് ഒരു ഡിഫറൻസ്. പക്ഷേ അതൊന്നും വലിയ കാര്യമില്ല. 0.2 0.1 ഡിഫറൻസേ ഉള്ളൂ. ബാലൻസിൽ അങ്ങനെയൊക്കെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വന്നാലും ഈ സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് കോപ്പർ നിക്കൽ. കാരണം അവർ Hume-Rothery's റൂൾ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫേസ് ഡയഗ്രം നമുക്ക് പഠിക്കാനുണ്ട്, ലാസ്റ്റ് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ഫേസ് ഡയഗ്രം കൺസ്ട്രക്ഷൻ്റെ സമയത്ത് പറയാം. അപ്പോൾ കോപ്പർ നിക്കൽ അലോയ് കംപ്ലീറ്റ്ലി സോല്യൂബിൾ ആവുന്നത് കൊണ്ട് അവരുടെ ഫേസ് ഡയഗ്രത്തിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, തൽക്കാലം Hume-Rothery റൂൾസ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീഷ്യൽ സൊല്യൂഷനാണ്. നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ ഇംപ്യൂരിറ്റീസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ സൊല്യൂഷൻസിൽ സൊല്യൂട്ട് ആറ്റംസ് സോൾവെൻ്റ് ആറ്റംസിൻ്റെ ലാറ്റിസില്ല ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലായിരിക്കും നിലയുറപ്പിക്കുക. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇൻഡസ്ട്രീഷ്യൽ സൊല്യൂഷന് Hume-Rothery's റൂൾ ഉണ്ട്. അതായത് ഇവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ അറ്റോമിക് സൈസ് ഫാക്ടർ ഉണ്ട്. അറ്റോമിക് സൈസ് ഫാക്ടർ എന്ന് വെച്ചാൽ ആറ്റംസിൻ്റെ റിലേറ്റീവ് സൈസ്, അതായത് എന്താണ്, അറ്റോമിക് റേഡിയസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ സൊല്യൂഷൻ ആകുമ്പോൾ എന്താണ്, അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഈ റേഡിയസ് ഫാക്ടർ ഭയങ്കര ചെറുതായിരിക്കണം. അതായത് 10% ഡിഫറൻസേ ഉണ്ടാവാൻ പാടുള്ളൂ.
അതായത് ലോവർ ദാൻ 10%, സോറി, അതായത് സൊല്യൂട്ട് ആറ്റംസ്, അലിഞ്ഞു ചേരേണ്ട ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഇൻറ്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അറ്റോമിക് റേഡിയസ് ഹോസ്റ്റ് ആറ്റത്തിൻ്റെ 10%-ൻ്റെ റേഡിയസിൻ്റെ 10%-നേക്കാളും താഴെ ആയിരിക്കണം. ഇനി വളരെ വലിയ ലാർജർ ഇമ്പ്യൂരിറ്റീസാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ലാറ്റിസ് സ്ട്രെയിനും ലാറ്റിസ് ഡിസ്റ്റോർഷൻസും ഹോസ്റ്റ് ആറ്റത്തിൻ്റെ ലാറ്റിസിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് ഉള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചർ. എൻ്റെ പ്രത്യേകത എന്താണ്? ക്രിസ്റ്റൽ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞു സെയിം ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണെന്ന്. പക്ഷേ ഇവിടെ ഇൻറ്റർസ്റ്റീഷ്യൽ സൊല്യൂഷനിൽ അങ്ങനെയൊന്നുമില്ല. എന്ത് ക്രിസ്റ്റൽ സ്ട്രക്ചർ FCCയും BCC ഒക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ്സ് ഒരുപാടുണ്ട്. ഈവൻ ദോ ദേ ആർ ഹൈലി കോമ്പാക്റ്റഡ് ക്ലോസ് പാക്ഡ് ആറ്റംസ് ലാറ്റിസസ്, ബട്ട് അവരുടെ 72% വരെയൊക്കെയാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസി വരാറുണ്ട്. നിങ്ങൾ FCCയിൽ SCPയിൽ നിങ്ങൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അത് വെച്ചിട്ട് ഇതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റ് ഒരുപാട് സ്പേസുകളുണ്ട്. അപ്പോൾ ലാറ്റിസ് ഏതായാലും കുഴപ്പമില്ല, അതിൻ്റെ ഇടയിൽ കയറി ഇരുന്നോളൂ ഈ സാധനങ്ങൾ, ഇൻഡസ്ട്രീഷ്യൽ ഇമ്പ്യൂരിറ്റീസ്. ഇനി ഫേമസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീഷ്യൽ സോളിഡ് സൊല്യൂഷൻ നമ്മുടെ സ്റ്റീൽ തന്നെയാണ്. അയൺ കാർബൺ ഡയഗ്രത്തിൽ കാർബൺ അയണിൻ്റെ ലാറ്റിസ്, അയണിൻ്റെ BCC ലാറ്റിസ് FCC ലാറ്റിസ് ആയിട്ട് മാറി വരും ഓരോ അലക്ട്രോപിക് ഫോമിലൊക്കെ വരുമ്പോൾ. അപ്പോൾ ഈ അയൺ കാർബൺ ഡയഗ്രത്തിൽ കാർബൺ ഏറ്റവും കംപ്ലീറ്റ് സോലിബിലിറ്റി ഉള്ളത് 2% വരെയാണ്. 2.1 വരെ വരും, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ 2% മാക്സിമം സോലിബിലിറ്റി. അപ്പോൾ ഈ സോലിബിലിറ്റി എന്ന് പറയുന്നതാണ് ഇൻറ്റർസ്റ്റീഷ്യൽ സോളിഡ് സൊല്യൂഷനായിട്ടാണ് കാർബൺ അയണിൻ്റെ ലാറ്റിസിൽ അറ്റൈൻ ചെയ്യുക. കാരണം ഇവിടെ നോക്കി അതിൻ്റെ റേഡിയസ് ഫാക്ടർ നോക്കിയാൽ 0.071 നാനോമീറ്റർ ആണ് കാർബണിൻ്റെ, അതേസമയം അയണിൻ്റെ 0.124 ആണ്. ഓക്കെ, ഇനി സോലിബിലിറ്റി ലിമിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഈ സോലിബിലിറ്റി ഓഫ് എ ഇമ്പ്യൂരിറ്റി ഇൻ എ ഹോസ്റ്റ് ആറ്റം അല്ലെങ്കിൽ സോൾവെൻ്റ് എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ അനുസരിച്ച് സോലിബിലിറ്റിക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ മാക്സിമം എമൗണ്ട് ഓഫ് സോളിഡ് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ അല്ലെങ്കിൽ ദാറ്റ് മാക്സിമം എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ ദി സോൾവെൻ്റ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് ദി സോലിബിലിറ്റി ലിമിറ്റ്. ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടാവും ഒരു സോൾവെൻ്റ് ആറ്റത്തിന്, സൊല്യൂട്ട് ആറ്റത്തിനെ ക്യാരി ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതിൻ്റെ ലിമിറ്റിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്താണ് ഇത് സോളിഡായിട്ട് തന്നെ കിടക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഷുഗർ വാട്ടർ സിസ്റ്റം, അപ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അലിഞ്ഞു പോണ ഒരു ഭാഗം വരെയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ താഴെ സോളിഡായിട്ട് തന്നെ ഷുഗർ കിടക്കും. അപ്പോൾ 2 phase സിസ്റ്റം, ബൈനറി ഫേസുകളാവും അവിടെ, ഒരെണ്ണം സോളിഡ് ഒരെണ്ണം ലിക്വിഡ് സൊല്യൂഷനിലുമായിട്ട് കിടക്കും. അതൊന്നും വലിയ സംഭവമൊന്നുമല്ല. പിന്നെ ഫേസ് ഇക്വിലിബ്രിയ. അപ്പോൾ ഫേസ് ഇക്വിലിബ്രിയ എന്ന് പറയുന്നത് നമ്മളൊരു സോളിഡ് സൊല്യൂഷൻ ആക്കുമ്പോൾ എന്ത് സാധനം ആയിക്കോട്ടെ, ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർജ് ചെയ്യുന്ന കോമ്പണൻറ്റ് സിസ്റ്റത്തിൻ്റെ ഫേസുകൾ വ്യത്യാസപ്പെടാതിരിക്കുന്ന കണ്ടീഷൻസാണ് ഫേസ് ഇക്വിലിബ്രിയ. അപ്പോൾ ഇൻഡെഫിനിറ്റ് ആയിട്ട്, അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും ഇതിൻ്റെ കോമ്പോസിഷനിലും അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിലും വ്യത്യാസം വരരുത്. നിങ്ങൾ തെർമോഡൈനാമിക്സ് പഠിച്ച അതേ സിസ്റ്റം തന്നെ. ഇനി ഈ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉള്ള നമുക്ക് കൺട്രോളബിൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്, എക്സ്റ്റേണലി കൺട്രോളബിൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് കോമ്പോസിഷൻസ് ആണ്. അപ്പോൾ ഇതിലെല്ലാം വ്യത്യാസപ്പെടുന്ന അനുസരിച്ച് ഈ സിസ്റ്റത്തിൽ ഒരു സ്പോണ്ടേനിയസ് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഫേസ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറ്റ് ഫേസ് ഇക്വിലിബ്രിയം സിസ്റ്റം ഇൻ വിച്ച് മോർ ദാൻ 1 phases എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഫേസ് ഇക്വിലിബ്രിയത്തിൽ ഒന്നിലധികം ഫേസുകൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവും, പക്ഷേ അവർ അന്യോന്യം സ്റ്റേബിളായിരിക്കും, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒരു ഫേസിൽ നിന്ന് അടുത്ത ഫേസിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ഉണ്ടാവും, പക്ഷേ ആ സാധനം ഇക്വിലിബ്രിയത്തിലായിരിക്കും, അതിൻ്റെ കോമ്പോസിഷനിലൊന്നും വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഫേസ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇത് ഫേസിൻ്റെ ഈ എക്സ്റ്റേണലി കൺട്രോളബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് ഏതൊക്കെയാണ്, പ്രോപ്പർട്ടീസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോമ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് മെറ്റൽ അലോയ്സിൻ്റെ ഫേസ് ഡയഗ്രാം നമുക്ക് എളുപ്പത്തിൽ, ഇതിൻ്റെ ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് നമുക്ക് എളുപ്പത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെ നമ്മൾ ഫേസ് ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറയും, ഇതിനെ നമ്മൾ ഇക്വിലിബ്രിയം ഡയഗ്രാം എന്ന് പറയാറുണ്ട്. ഇനി കോമൺലി കൺട്രോളബിൾ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് കോമ്പോസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ വച്ച് ഈ സാധനങ്ങൾ വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പല രീതിയിൽ നമുക്ക് ഫേസ് ഡയഗ്രാംസ്
ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സാണ് ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗിബ്സ് ഫേസ് റൂൾ നിങ്ങൾ തെർമോഡൈനാമിക്സിൽ പഠിക്കുന്ന സാധനമാണ്. അപ്പോൾ ഗിബ്സ് ഫേസ് റൂളിൽ നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ദാറ്റ് എക്സിസ്റ്റിംഗ് ഇൻ ദി or number of components existing in number of phases, number of components and degrees of freedom തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് നമ്മുടെ സിസ്റ്റത്തിന് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് റിക്വയർഡ് ടു ഡിഫൈൻ ദി സിസ്റ്റമാണ്. അപ്പോൾ സി എന്ന് പറയുന്നത് കോമ്പോസിഷൻ, നമ്പർ ഓഫ് കോമ്പണൻസ്, അതായത് നമ്മുടെ ഫേസ് ഡയഗ്രത്തിൽ നമ്മൾ എത്ര കോമ്പണൻസിനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ആണ്, അതായത് പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേസസ് ദാറ്റ് എക്സിസ്റ്റിംഗ് ഇൻ ദി സിസ്റ്റം കൺസിഡറേഷൻ. അപ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് പി പ്ലസ് എഫ് ഈസിക്കൽ സി പ്ലസ് ടു എന്നുള്ളതാണ് ഗിബ്സ് ഫേസ് റൂൾ പറയാം. അപ്പോൾ പി പ്ലസ് എഫ്, അതായത് എഫ് ഈസിക്കൽ ടു സി മൈനസ് പി പ്ലസ് ടു, നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വിത്തിൻ ദി സിസ്റ്റം ഈസിക്കൽ ടു നമ്പർ ഓഫ് കോമ്പണൻസ് മൈനസ് നമ്പർ ഓഫ് ഫേസസ് പ്ലസ് ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലിക്വിഡ്സിൻ്റെയും സോളിഡ്സിൻ്റെയും കേസസിൽ ഈ പ്ലസ് ടു എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൽ പ്ലസ് ടു ഉണ്ടാവില്ല, പ്ലസ് വണ്ണേ ഉണ്ടാവില്ല. പി പ്ലസ് എഫ് ഈസിക്കൽ ടു സി പ്ലസ് വൺ എന്നാവും. കാരണം പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് വിത്ത് റെസ്പെക്ട് ടു പ്രഷർ ഈ പറയുന്ന സാധനത്തിന് വ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, ഫേസ് ഡയഗ്രത്തിൽ പ്രഷർ എന്ന് പറയുന്നത് വേരിയബിളാണ്. കാരണം ലിക്വിഡ്സും സോളിഡ്സും ജനറലി ഇൻകംപ്രസിബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ഈ സാധനത്തിന് അഫക്റ്റ് ചെയ്യില്ല, കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും. വെരി ഹൈ പ്രഷറൊക്കെ ആണെങ്കിൽ അഫക്റ്റ് ചെയ്യും. ബട്ട് യൂഷ്വലി നമ്മുടെ യൂഷ്വൽ വർക്കിംഗ് കണ്ടീഷൻസിൽ ഇതൊന്നും അഫക്റ്റ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ പി പ്ലസ് എഫ് ഈസിക്കൽ സി പ്ലസ് ടു എന്നുള്ളതാണ് ഗിബ്സ് ഫേസ് റൂള്. ഗിബ്സ് ഫേസ് റൂൾ എന്തിനാണ്? പ്രഡിക്റ്റിംഗ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ബൈ അനലൈസിങ് ദി നമ്പർ ഓഫ് കോമ്പണൻസ് ആൻഡ് ഫേസസ് പ്രസൻറ്റ് വിത്തിൻ ദി സിസ്റ്റം. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി സൊല്യൂഷൻ സോൾവെൻറ്റ് മിക്സ്ചറൊക്കെ എന്താണെന്നൊക്കെ അറിയാലോ. മിക്സ്ചർ എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ഫേസസ് ഉണ്ടാവും, അവർ ഇൻസോല്യൂബിൾ ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ലിക്വിഡും സോൾഡും തമ്മിലുള്ളൊരു സൊല്യൂഷൻ ആയിരിക്കും. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഡിസോൾവ് ചെയ്ത് ചേരും. ഇപ്പോൾ നമ്മൾ സോളിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അയൺ കാർബൺ ഡയഗ്രത്തിൽ തന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കാർബൺ ശേഷം സോളിഡ് സൊല്യൂഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഡിസോൾവ് ചെയ്തൊക്കെയാണ്. പക്ഷേ ഡിസോൾവ് ചെയ്യാത്ത സോളിഡ് സൊല്യൂഷൻസൊക്കെ ഉണ്ട്. നമ്മൾ മെറ്റൽ മാട്രിക്സ് കോമ്പോസിറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. ഇപ്പോൾ നമ്മൾ സാൻഡും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്താൽ എന്തായിരിക്കും? അവർ തമ്മിൽ കംപ്ലീറ്റ്ലി മിക്സിബിൾ ആയിരിക്കും. രണ്ടും ഡിഫറെൻറ്റ് ഫേസസ് ആയിട്ട് കിടക്കും, ഡിസ്റ്റിങ്ക്റ്റ് ഫേസസ് ആയിട്ട് കിടക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് അലോയ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് താങ്ക്സ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫേസ് ഡയഗ്രാം പഠിക്കാനുണ്ട്, യൂണറി ഫേസ് ഡയഗ്രാം പഠിക്കാനുണ്ട്. ഇത് വാട്ടറിൻ്റെ ഫേസ് ഡയഗ്രാമാണ്. ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ പോറിംഗ് ലിവർ റൂൾ പഠിക്കാനുണ്ട്, കോമ്പോസിഷൻ എങ്ങനെയെന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ അത്രയും മതി ഇന്ന് നമ്മുടെ ലെസൺ പ്ലാൻ അനുസരിച്ച് ഇത്രയും മതി. അപ്പോൾ താങ്ക് യു. സീരീസ് നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.